എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിൻ്റെ രണ്ട് മക്കളെയും ഇവിടെ റാണിയായിട്ട് വാഴിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ടാണ് നിൻ്റെ ഇളയ മോളെ കൊണ്ട് വീട്ടുപണിയൊക്കെ ചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അവൾ അങ്ങോട്ട് പോയല്ലോ, സമാധാനമായി അവിടെ തന്നെ നിന്നോട്ടെ. ഇനി മൂത്തൊരുത്തിയുണ്ട്, അവളെ എങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരു ശുദ്ധീകരണം ചെയ്യണം, അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ എന്ന് പറയുമ്പം അങ്ങനെ എല്ലാവരെയും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ വീട് ശുദ്ധമാവുമോ എന്ന് കനക ചോദിക്കുന്നുണ്ട്. അന്തേക്കും ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും തന്നിഷ്ടത്തിന് പോയതാണ് നിൻ്റെ മോള്, അവൾ അവിടെ തന്നെ നിന്നോട്ടെ, ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. എൻ്റെ മോന് അവൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് ദേവയാനി പറയുമ്പം ഇത്തിരി വിഷമത്തോടെ അത് കേട്ട് നിൽക്കുന്നുണ്ട് കനക. എന്നിട്ട് കനക അങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ ജലജ പറയുന്നുണ്ട്, ഓ നമ്മളെ കളിയാക്കാൻ വന്നേക്കുന്നു അവൾ, നമ്മൾ നിന്ന് കൊടുക്കുമല്ലേ എന്ന് ജലജ പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവയാനി ജലജ അങ്ങനെ വീട്ടിലെ എല്ലാ അടുക്കള ജോലികളെല്ലാം ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്ന ആദർശൻ്റെ ഓഫീസാണ്. ഓഫീസിലേക്ക് പുതിയൊരു കസ്റ്റമർ വരുവാണ്. അവർക്ക് കുറച്ച് ഡിസൈൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും പവിത്ര പറയുന്നുണ്ട്, ഞാൻ MD സാറിനോട് വരാൻ പറയാം, നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തിയതിന് ശേഷം പവിത്ര ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുക. എന്നിട്ട് പറയുന്നുണ്ട്, കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, ഒന്ന് മാഡത്തെ വിളിക്കാവോ, മാഡം കൂടെ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ അവർക്ക് ആ ഡിസൈൻ ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ അവർക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പവിത്രയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും എന്ന് പറയും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാം, അതുപോലെ ആ നഷ്ടം നികത്തുകയും ചെയ്യാം. പക്ഷേ ഇത് ഇനിയും ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുന്ന വലിയ കാര്യമൊന്നും കാണിയല്ല, റിസൈൻ ചെയ്ത് പോകേണ്ടി വരും എന്ന് പറയും. ഞാൻ ആദർശ് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യും, പവിത്ര ഇപ്പോഴേ റിസൈൻ ചെയ്തങ്ങ് പോകും, അതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പവിത്ര പറയുന്നുണ്ട്, സാറേ അമ്മയടുത്ത് ഒന്ന് വിളിക്കുക എന്ന് പറയുമ്പം ആദർശ് വിളിക്കില്ല. അന്നേരം പവിത്ര പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ വിളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അന്നേരം ആദർശ് വിളിക്കാൻ പറയും. അന്നേരം പവിത്ര വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന നയനയാണേ. അപ്പോൾ നയന ചോദിക്കും, എന്താ പവിത്ര എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കസ്റ്റമർ വന്നു, അവർക്കൊരു ഡിസൈൻ വേണം, മാഡം ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കുക. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, പവിത്രയുടെ MD എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് എന്ത് വിളിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയും, എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതായെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യേ, വിളിക്കേണ്ടവർ വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ അതിനോട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് നയന ഫോം വയ്ക്കുക. ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും പവിത്രയോട് ചോദിക്കും, ആദർശ് എന്താ പറഞ്ഞതെന്ന്. അന്നേരം പറയുന്നുണ്ട്, സാറ് വിളിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ഞാൻ വിളിക്കണമെന്ന് അവൾ അങ്ങനെ തന്നെ പറയും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നില്ല എന്ന് വെച്ചത്, അതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് പറയും. അന്തേക്കും പവിത്ര പറയുന്നുണ്ട്, സാറേ മാഡമായിട്ട് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ആ കസ്റ്റമർ പോകും എന്ന് പറഞ്ഞിട്ട് പവിത്ര പുറത്തേക്ക് പോവുക ആകെ വിഷമിച്ച്. അങ്ങനെ ആദർശ് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നയനെ വിളിക്കുവാണ്. ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നയന ചോദിക്കുന്നത് ആരാ എന്ന. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, എൻ്റെ നമ്പർ കണ്ടാൽ നിനക്ക് മനസ്സിലാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലേ, എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് പവിത്ര ഇപ്പം വിളിച്ചൊരു കാര്യം പറഞ്ഞില്ലേ, അത് ഏതൊക്കെ രീതിയിലാണ് വേണ്ടത് എന്ന് പവിത്ര അയച്ചു തരും, അതനുസരിച്ച് ഒരു ഡിസൈൻ ചെയ്തും കൊണ്ട് താ എന്ന് പറയും. അന്നേരം നയന പറയും, ഇങ്ങനെ വലിയ ഓർഡർ ഇടേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് പറഞ്ഞാലും എനിക്ക് ചെയ്യാനറിയാം എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, വെറുതെ നീ ഡിസൈൻ ചെയ്ത് തരേണ്ട കാര്യമില്ല, ആ ഡിസൈന് നീ പറയുന്ന പൈസ ഇന്ന് വൈകിട്ട് നിൻ്റെ വീട്ടിലെത്തിയിരിക്കും എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എന്നാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, ഡിസൈൻ ചെയ്യണോ എന്നൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അല്ല നീ ഇനി സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനാണോ ഉദ്ദേശം, അല്ല നിന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ ഉള്ളൂ എങ്കിൽ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ അവിടെ നിന്നോർത്ത് എനിക്ക് ഒരു കുഴപ്പമില്ല, നിൻ്റെ അടുത്ത് ഞാൻ തോക്കുമെന്ന് നീ കരുതണ്ട എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഓ ആദർശേട്ടൻ ആരുടെ മുമ്പിൽ തോക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് തോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിൻ്റെ മുമ്പിൽ തോക്കാൻ എനിക്കിപ്പം മനസ്സില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പം നയന ഓർക്കും, ഓ പാവമല്ലേ, ഡിസൈൻ ചെയ്തങ്ങ് സഹായിച്ചേക്കാം എന്നോർത്ത് ഡിസൈൻ വരയ്ക്കാനായിട്ട് പോവാട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ആദർശിനും ചെറിയ ടെൻഷൻ. എന്നാൽ ആദർശ് ഓർക്കും, അത്രയും ബലം പിടിക്കണ്ടായിരുന്നു, മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇനിയിപ്പം അവൾ ഡിസൈൻ വരയ്ക്കാതെ എങ്ങനെ ഇരിക്കുമോ എന്നോർത്ത് ആദർശിന് ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശ കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഡിസൈൻ ഇത്തിരി ടഫാണ്, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത് എന്ന് പറയും. അവരേതായാലും വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും പവിത്ര ഒരു ഫയലിൽ കുറച്ച് ഡിസൈനായിട്ട് വരും, എല്ലാം ശരിയായോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് പറഞ്ഞിട്ട് അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അങ്ങനെ അവരത് നോക്കിയിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഏതായാലും ഇവിടെ എന്തോരം വെയിറ്റ് ചെയ്താലും ലാസ്റ്റ് കിട്ടുന്ന ഡിസൈൻ ഇതുപോലെ ഭംഗിയുള്ളതായിരിക്കും, ഫിനിഷിങ്ങിലുള്ളതായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് എന്ന് പറയും. അന്നേരം ആദർശ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പവിത്ര ഓർക്കുന്നുണ്ട്, എന്നിട്ടും ഇതൊക്കെ ചെയ്ത് തന്നത് ഭാര്യയാണെന്ന് പറയുന്നില്ലല്ലോ എന്ന് പവിത്ര മനസ്സിലോർക്കും. എന്നിട്ട് പവിത്ര പറയുന്നുണ്ട്, ഫൈനൽ ടച്ച് എല്ലാം ചെയ്യുന്നത് മാഡമാണ്, അതുകൊണ്ടാണ് ഇത്ര ഭംഗിക്ക് വരുന്നത് എന്ന് പവിത്ര പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തത്, ആ മാഡം ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും മൂർത്തി ജ്വല്ലറി പത്രമായിട്ട്
ഗുണനിലവാരമുള്ള സ്വർണ്ണമാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ സാറിന് പത്തരമായിട്ടുള്ളൊരു ഭാര്യയും കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനെ കുറച്ച് പുകഴ്ത്തുന്നുണ്ട് അവർ. അത് കേൾക്കുമ്പോൾ ആദർശിന് ഇത്തിരി സന്തോഷവും ഇത്തിരി ഗമയൊക്കെ വരുന്നുണ്ട്. പിന്നീട് നയനെ കാണിക്കുന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഗോവിന്ദനെയും നന്ദുവിനെയും വിളിച്ച് എല്ലാം വിളമ്പി കൊടുക്കുക കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മോളുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് എത്ര കാലമായി. ഈ നന്ദു എന്നും പറയാറുണ്ട് ചേച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കൊതിയാകുവാണ് എന്ന് പറയാറുണ്ട് എന്ന് പറയും. അന്നേരം ചൂടാറാതെ എന്നാൽ രണ്ടുപേരും കഴിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുക കേട്ടോ നയന. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് എന്ന് നീ കൊതി പറയാറുണ്ട്, എന്നിട്ട് ഇന്ന് എന്താ നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മടി എന്നിങ്ങനെ ചോദിക്കുവാണ് നന്ദുവിനോട്. അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം മുന്നിൽ കിട്ടിയിട്ടും അത് കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ, അതാ നിന്നോട് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിന്നോട് ഞാൻ ചോദിച്ചത് എന്ന് നയന പറയും. അന്നേരം നന്ദു പറയും ഇനി അത് പ്രശ്നമാക്കണ്ട, ഞാൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നന്ദു ഭക്ഷണം കഴിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഭക്ഷണം കഴിക്കേണ്ടത്, അത് നിനക്ക് വേണ്ടി കഴിക്കണം, എന്നാലേ അത് ശരീരത്തിൽ പിടിക്കുകയുള്ളൂ, അതുകൊണ്ട് ഗുണം ഉണ്ടാകുകയുള്ളൂ എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയും നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, അത് അമ്മയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, എന്നിട്ടോ അമ്മ അച്ഛനോടൊന്നും പറഞ്ഞില്ലേ എന്ന് നയന ഗോവിന്ദനോട് ചോദിക്കുമ്പം ഗോവിന്ദൻ പയ്യെ ഒന്ന് നന്ദുവിനെ നോക്കും. എന്നിട്ട് പറയും ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് തന്നെ ഗോവിന്ദൻ പറയും. അന്നേരം പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് മനസ്സിലായി, ഏതായാലും അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് നയന പറയുക. പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു. ദേവയാനിയും ജലജയും കൂടി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നു. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഈ വീട്ടിലിപ്പം ഒരാളില്ല എങ്കിലും ഒരു പ്രശ്നവും വരില്ല, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കും എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ദേവയാനി വിളമ്പി കൊടുക്കുന്നത്. ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ആദർശ് വായിലോട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആദർശ് ഓർക്കും ഈശ്വര ഇതിന് എന്തൊക്കെയോ കുറവുകളുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പം കനക ഇത് വായിലെടുത്ത് വെച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ആദർശ് പറയുന്നുണ്ട് നല്ല ഫുഡാമെന്ന് പറയുന്നുണ്ട്. അന്നേരം കനക ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ചോദിക്കും ഈശ്വര ഇത് കൊള്ളിയല്ലോ, പിന്നെ എന്താ മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ ടേസ്റ്റ് ഇതാണോ പോലും എന്നിങ്ങനെ കനക മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും അത് ടേസ്റ്റ് ചെയ്യുന്നു. അന്നേരം മുത്തശ്ശൻ ചോദിക്കുവാണ് ജയനോട് നിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ പോരാ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ചേരുവകളുടെ കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നല്ല ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കിട്ടുമ്പം ഇതിനു മുമ്പ് എല്ലാവർക്കും കുറ്റപ്പെടുത്തലുകളായിരുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ഫോണിൽ നോക്കിയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കും 19 വയസ്സായില്ലേ ഇപ്പോഴും നിനക്കിത് പറയാൻ നാണമില്ലേ, നിനക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ജയം പറയും എല്ലാവർക്കും മറവികളുണ്ടല്ലോ, ഇവർ ഒരുപാട് കാലമായില്ലേ അടുക്കളയിൽ കയറിയിട്ട്, അതുകൊണ്ട് ഒന്നും അങ്ങ് ശരിയാകുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ് ഈ ഫുഡിലും അതിൻ്റെ കുറവ് കാണുന്നത് എന്ന് ജയം പറയുവാണ്. അതൊന്നും അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം മുത്തശ്ശൻ ആദർശനോട് ചോദിക്കും എങ്ങനെയുണ്ടോ ഭക്ഷണം നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അന്നേരം ഇത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണമാണോ അതോ നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുമ്പം അല്ല ഇതും കുഴപ്പമില്ല, പിന്നെ അവളുണ്ടാക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ നല്ലതാണ്, അങ്ങനെയൊക്കെ പറയാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കിടന്നങ്ങ് ഉരുളുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും തന്നെ കാലാവസ്ഥ പറയുവാണോ അല്ലെങ്കിൽ ന്യൂസ് അവറിൽ സംസാരിക്കുകയാണോ, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് കാര്യം വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ കിടന്ന് ഉരുണ്ടിട്ട് പറയും അല്ല നയന ഉണ്ടാക്കുന്ന ഫുഡ് ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്, ഇതും കുഴപ്പമില്ല എന്ന് തന്നെയാണ് ആദർശ പറയുന്നത്. അന്നേരം ജയം പറയുന്നുണ്ട് നിൻ്റെ വാശിയൊക്കെ കളഞ്ഞിട്ട് മരുമോളെ പോയി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമല്ലോ, അതുകൊണ്ട് നാളത്തെ ഫുഡ് ഇതിനേക്കാൾ മെച്ചമായിരിക്കും, അത് ഞാൻ ചെയ്തോളാം, അല്ലാതെ ആ മരുമോള് വീട്ടിൽ ഇല്ല എന്ന് കരുതി ഇവിടെയുള്ളവർക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ദേവേനി പറയുക. അന്നേരം ആദർശം മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര അമ്മ ഇങ്ങനെ വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കേടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കനക നീയല്ലേ നിൻ്റെ മക്കളെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, ഏതായാലും നയന മോള് നിന്നേക്കാൾ നന്നായിട്ട് ഭക്ഷണം വയ്ക്കും, ഏതായാലും ഈ ഫുഡ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നോർത്ത് നീ ഇവിടുത്തെ അതിഥിയാണ്, പട്ടിണി കിടക്കുമൊന്നും വേണ്ട, അടുക്കളയിൽ കയറി നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം എന്ന് കരുതി ഇവിടെയുള്ളവർക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് പോകുന്നതെങ്കിലും ആകെ വിഷമിച്ച് ദേവയാനി ജലജയുടെ മുഖത്തോട്ട് നോക്കുവാണ്. അപ്പം ആരും ഫുഡ് കഴിക്കാതെ പോയതും അതുപോലെ കനകയുടെ മുമ്പ് വെച്ച് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതൊക്കെ ഓർത്ത് ദേവയാനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി നന്ദുവിനെ വിളിക്കും കേട്ടോ. അന്നേരം നന്ദു ഫോൺ എടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമുണ്ടോ, ഇപ്പം നമ്മളെ സഹായിക്കാൻ അവിടെ ഒരാളില്ലേ, അതുകൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം നയനേച്ചിയോട് പറ എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയത്തില്ല എന്ന് പറയും. അന്നേരം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടല്ലേ നന്ദു ഇത്രയും ആയത്, ഇനിയെങ്കിലും തുറന്നു പറ എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് അവരുടെ പ്രതികരണം എന്താണ് എന്ന് അറിഞ്ഞതല്ലേ, അതിനപ്പുറമായിരിക്കും നയനേച്ചി അറിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അന്നേരം നന്ദു പറയും ഈശ്വരനെ വിചാരിച്ച് എന്നെ വിഷമിപ്പിക്കരുത്, അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അനി ഫോം വയ്ക്കുക എന്ന് പറയുവാണ്.
അന്നേരം അനി ചോദിക്കുന്നുണ്ട്, എന്നെ വിഷമിപ്പിക്കുന്നതിന് അപ്പോൾ കുഴപ്പമൊന്നുമില്ലേ, എനിക്കെന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് അറിയാവോ എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഫോൺ വയ്ക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നന്ദു ഫോൺ വയ്ക്കും. എനിക്ക് ഇത്തിരി വിഷമമാവുന്നുണ്ട്. അന്നേരം നയന വരുന്നത് കണ്ടുകൊണ്ടാണ് നന്ദു ഫോൺ വെച്ചത്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആരാടി ഫോണിൽ എന്ന് ചോദിക്കുമ്പം അത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞ് പേര് പറയും. അന്നേരം അവനെയൊക്കെ ഞാൻ അറിയുന്നില്ല, ആ ഫോണും കാട്ടിക്കും, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ, അവനെ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്, അവൻ എന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുക, അതിൻ്റെ ടെൻഷനൊക്കെ എന്നോട് പറഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ അവനെ വിളിക്കണ്ട എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, അതുതന്നെയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, പണ്ട് നീ ഒരുത്തിൻ്റെ തല തല്ലിപ്പൊളിച്ചല്ലോ, അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കേസിൽ നീ പോയി പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നന്ദു പറയും, ഇല്ല ചേച്ചി, അങ്ങനെ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നീ ഏതെങ്കിലും ഒരു കേസിൽ പോയി പെട്ടിട്ടുണ്ട്, ഊരി പോരാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ട്, നിൻ്റെ മനസ്സിൽ ആരോ കയറി കൂടിയിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലാതെ നീ ഇങ്ങനെ ഡൗൺ ആവില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് നന്ദു. പക്ഷേ നയന സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അമ്മയുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അവിടെ അമ്മയ്ക്കോ ആദർശേട്ടനോ ഒന്നും ഇഷ്ടമല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് നിന്ന് 2-3 ദിവസം കൊണ്ട് നിൻ്റെ മനസ്സിലുള്ള വിഷമം മാറ്റാൻ വേണ്ടിയാണ്, അതുകൊണ്ട് അതെന്താണ്, നിൻ്റെ മനസ്സിലെ ആ പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ എന്ന് നയന പറയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.